കാണാതായ കരുനാഗപ്പള്ളി കുലശേഖരം സ്വദേശി വിജയലക്ഷ്മിയുടേതെന്ന് കരുതുന്ന മൃതദേഹം കണ്ടെത്തിയതായ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പ്രതി ജയചന്ദ്രൻ പറഞ്ഞ സ്ഥലത്ത് കുഴിയെടുത്ത് പരിശോധിക്കാൻ തുടങ്ങി 15 മിനിറ്റിന് ശേഷമാണ് മൃതദേഹം ലഭിച്ചത്. ജയചന്ദ്രന്റെ വീടിന് പിറകിലെ പറമ്പിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. നിർമ്മാണം നടക്കുന്ന വീട്ടിൽ കുഴിച്ചുമൂടി കോൺക്രീറ്റ് ചെയ്തുവെന്നായിരുന്നു പ്രതിയുടെ ആദ്യ മൊഴി. പിന്നീടാണ് സമീപത്തെ പറമ്പിൽ കുഴിച്ചിട്ടുവെന്ന് പറഞ്ഞത്. മനു എന്നയാളുടെ ഉടമസ്ഥതയിലുള്ളതാണ് സ്ഥലം. കഴിഞ്ഞ ഞായറാഴ്ച ഇവിടെ വീട് വെക്കാൻ തറക്കല്ലിട്ടിരുന്നു. മൃതദേഹം കുഴിച്ചിട്ടു എന്ന് കരുതുന്ന പ്രദേശത്ത് തെങ്ങിൻ തൈകൾ പുതുതായി വെച്ച നിലയിലായിരുന്നു. രണ്ടിടത്തും പരിശോധന നടത്താനായിരുന്നു അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. അഴുകിയ നിലയിലായിരുന്നു മൃതദേഹം കണ്ടെടുത്തത്. ജയചന്ദ്രനെയും കൊണ്ട് കരുനാഗപ്പള്ളി പോലീസ് അമ്പലപ്പുഴയിലെ വീടിന് സമീപം നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം കണ്ടെടുത്തത്. ഫോൺ പരിശോധിച്ചതിൽ നിന്നും ജയചന്ദ്രനും വിജയലക്ഷ്മിയും തമ്മിൽ ഫോണിൽ സംസാരിച്ചിട്ടുണ്ടെന്ന നിഗമനത്തിൽ പോലീസ് എത്തുകയായിരുന്നു. കരുനാഗപ്പള്ളിയിൽ മീൻപിടുത്തമായിരുന്നു ജയചന്ദ്രന് ജോലി. ഇതിനിടെയാണ് വിജയലക്ഷ്മിയെ പരിചയപ്പെടുന്നത്. കരുനാഗപ്പള്ളിയിൽ മത്സ്യവില്പന നടത്തുന്ന ജോലിയായിരുന്നു വിജയലക്ഷ്മിക്ക്. ഓച്ചിറ ക്ഷേത്രത്തിൽ വെച്ച് ഇരുവരും സ്ഥിരമായി കണ്ടിരുന്നു. ഈ മാസം 6-നാണ് വിജയലക്ഷ്മിയെ കാണാതായത്. വിജയലക്ഷ്മിയോട് അമ്പലപ്പുഴയിൽ എത്താൻ ജയചന്ദ്രൻ ആവശ്യപ്പെട്ടിരുന്നു. തുടർന്ന് ഇരുവരും അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ ദർശനം നടത്തി. പിന്നീട് ജയചന്ദ്രന്റെ വീട്ടിലെത്തിയ വിജയലക്ഷ്മിയും ജയചന്ദ്രനും തമ്മിൽ വഴക്കിട്ടു. വിജയലക്ഷ്മിക്ക് വന്ന ഫോൺ കോളിന്റെ പേരിലാണ് ഇരുവരും വഴക്കിട്ടത്. തുടർന്ന് പിടിച്ചുതള്ളൽ മരണമായി എന്നതാണ് ജയചന്ദ്രൻ ആദ്യം മൊഴി നൽകിയത്. വിജയലക്ഷ്മി ഇടുക്കി സ്വദേശിയാണ് വിവാഹം ചെയ്തിരുന്നത്. പിന്നീട് ഭർത്താവുമായി പിണങ്ങി കരുനാഗപ്പള്ളിയിലെ വീട്ടിലേക്ക് താമസം മാറ്റി. പിന്നീട് ജയചന്ദ്രനെ പരിചയപ്പെടുകയായിരുന്നു. വിജയലക്ഷ്മി അമ്പലപ്പുഴയിലെ വീട്ടിലെത്തിയ സമയത്ത് ജയചന്ദ്രന്റെ ഭാര്യ സുനിമോളും മകനും വീട്ടിലുണ്ടായിരുന്നില്ല. വീട്ടുജോലിക്ക് പോവുകയായിരുന്നു സുനിമോൾ. വിജയലക്ഷ്മിയെ കൊലപ്പെടുത്തിയെന്ന് പോലീസിനോട് വെളിപ്പെടുത്തിയ ജയചന്ദ്രൻ താൻ ദൃശ്യം സിനിമ പലതവണ കണ്ടിട്ടുണ്ടെന്നും പറഞ്ഞിരുന്നു. 1.5 വർഷം മുമ്പാണ് ജയചന്ദ്രനും കുടുംബവും കരൂരിലെ വീട്ടിലേക്ക് മാറിയത്. ശനിയാഴ്ച തന്നെ ജയചന്ദ്രനെ കരുനാഗപ്പള്ളി പോലീസ് കസ്റ്റഡിയിലെടുത്തെന്നാണ് കുടുംബം പറഞ്ഞിരുന്നത്. ഇതിനുശേഷമായിരുന്നു കുറ്റസമ്മത മൊഴി. സംശയത്തെ തുടർന്നായിരുന്നു കൊലപാതകമെന്നും കൃത്യം നടത്തിയ ശേഷം വിജയലക്ഷ്മിയുടെ ആഭരണങ്ങൾ കൈക്കലാക്കിയ ശേഷം മൃതദേഹം കുഴിച്ചിടുകയായിരുന്നു. കാണാതായ വിജയലക്ഷ്മിയുടെ ഫോൺ എറണാകുളത്ത് നിന്നും കണ്ണൂരിലേക്ക് പോകുന്ന KSRTC ബസ്സിൽ നിന്നും കിട്ടിയതാണ് കേസിൽ നിർണായകമായത്. കൊലപ്പെടുത്തിയ ശേഷം ജയചന്ദ്രൻ വിജയലക്ഷ്മിയുടെ ഫോൺ ബസ്സിൽ ഉപേക്ഷിച്ചിരുന്നു. എന്നാൽ ഈ ഫോൺ KSRTC ഡ്രൈവർ സ്റ്റേഷനിൽ കൈമാറുകയായിരുന്നു. ഫോണിലെ കോൾ ലിസ്റ്റും ലൊക്കേഷനും ചില സാക്ഷിമൊഴികളും പരിശോധിച്ച പോലീസ് ജയചന്ദ്രനിലേക്ക് എത്തിച്ചേരുകയായിരുന്നു. പിന്നീട് നടത്തിയ ചോദ്യം ചെയ്യലിൽ ഇയാൾ കുറ്റം സമ്മതിച്ചു. മാത്രമല്ല ജയചന്ദ്രന്റെയും വിജയലക്ഷ്മിയുടെയും ഫോൺ ലൊക്കേഷനുകൾ ഒരിടത്ത് വന്നിരുന്നു. കസ്റ്റഡിയിലെടുത്ത ജയചന്ദ്രനിൽ നിന്ന് ലഭിച്ച പരസ്പര വിരുദ്ധ മറുപടികളും സംശയത്തിന് ബലമേകി. വിജയലക്ഷ്മിയുടെ ഫോൺ നശിപ്പിക്കാനും ജയചന്ദ്രൻ ശ്രമിച്ചുവെന്നും പോലീസ് വ്യക്തമാക്കിയിരുന്നു. അതേസമയം വിജയലക്ഷ്മി തീർത്ഥാടനത്തിന് പോയതെന്നായിരുന്നു കരുതിയതെന്നാണ് സഹോദരൻ കൃഷ്ണസിംഗ് മാധ്യമങ്ങളോട് പറഞ്ഞത്. വാടക വീട്ടിൽ ഇവർ ഒറ്റയ്ക്കായിരുന്നു താമസം. കൊല്ലപ്പെട്ടെന്ന വിവരം രാവിലെ പോലീസ് വിളിച്ചറിയിക്കുകയായിരുന്നെന്നും കൃഷ്ണദാസ് പറഞ്ഞു. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.